നമസ്കാരം. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് കർണാടകയിൽ വരെ പോയി കേരളത്തിന്റെ പേര് കളയാൻ നമ്മുടെ CPM മന്ത്രിമാർക്ക് കഴിയും. കേരളത്തിന്റെ നല്ല പേര് കളഞ്ഞു കുളിച്ച് കർണാടക മന്ത്രിയുടെ വായിലിരിക്കുന്നത് കേട്ട് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായ P. രാജീവ് ശുദ്ധജലക്ഷാമം രൂക്ഷമായ ബംഗളൂരുവിലെ IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വ്യവസായ മന്ത്രി P. രാജീവ് കർണാടക മന്ത്രിക്ക് ഒരു കത്തയച്ചു. കത്തുന്ന പുരയിൽ നിന്ന് അയൽക്കാർ കഴുക്കോൽ ഊരിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള മര്യാദകേട് കാണിക്കരുതെന്ന് കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീൽ തിരികെ അടിച്ചു. ആകെ നാണക്കേടായി P. രാജീവിന്. മലയാളത്തിൽ പറഞ്ഞാൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവം. കേരളത്തിൽ ഒട്ടേറെ നദികളുണ്ടെന്നും അവിടെ ശുദ്ധജലക്ഷാമം ഉണ്ടാകില്ലെന്നുമാണ് മന്ത്രി കത്തിൽ പറഞ്ഞിരുന്നത്. ഇതാണ് കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീലിനെ രോഷം കൊള്ളിച്ചത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് കേരളത്തിന്റെ വ്യവസായ മേഖലയെ രക്ഷിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ ഇങ്ങനെ അടിച്ചുമാറ്റി വശീകരിച്ചു കൊണ്ടുവരുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിന് നല്ലതല്ലെന്ന് കർണാടക മന്ത്രി പറയുന്നു. നമുക്കറിയാം, ബംഗളൂരു കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ IT വ്യവസായ മേഖലകളിലുള്ളത് മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മെച്ചപ്പെട്ട സംവിധാനങ്ങളും ശമ്പളവും ഒക്കെ നൽകിയാൽ അവരെ കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ തന്ത്രമാണ് മന്ത്രി P. രാജീവ് ഇവിടെ പയറ്റി നോക്കിയത്. പയറ്റിയവൾ അപ്പോൾ തന്നെ ഒടിച്ചു കയ്യിൽ കൊടുത്തു എന്നും പറയേണ്ടി വരും. പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് അവിടെ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് കത്തയച്ച മന്ത്രി രാജീവിന്റെ നടപടിയാണ് കർണാടകയെ ചൊടിപ്പിച്ചത്. ഒരു സംസ്ഥാനത്ത് നിന്ന് കമ്പനികളെ അടിച്ചുമാറ്റുകയല്ല കേരളം ചെയ്യേണ്ടത്. സ്വന്തമായി അധ്വാനിച്ച് വ്യവസായ വികസനത്തിന് നടപടി സ്വീകരിക്കണം. ഇത്തരം വേലത്തരങ്ങൾ കൊണ്ട് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറയുന്നു. ബാംഗ്ലൂരിലെ IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് താൻ കത്തയച്ചിരുന്ന വിവരം മന്ത്രി രാജീവ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നതിൽ നല്ല പങ്കും മലയാളികളാണെന്ന് മറക്കരുതെന്നും പാട്ടീൽ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിന് നിക്ഷേപം സമാഹരിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്. എന്നാൽ ബംഗളൂരുവിലെ ശുദ്ധജലക്ഷാമം മുതലെടുത്ത് അവിടുത്തെ IT കമ്പനികളെ വശീകരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഇത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. ഫെഡറൽ സംവിധാനത്തിന് ചേർന്നതുമല്ല. സാമ്പത്തികവും കേസുകളും അന്വേഷണവും നേരിടുന്ന കേരളത്തിനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് സർക്കാർ. എഴുന്നേൽക്കുന്നിടത്ത് വീട് പോകുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നും പോരാഞ്ഞിട്ട് കേരളം എന്ന പേര് കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നു എന്ന പരിഹാസവും സർക്കാരിന് സ്വന്തമാവുകയാണ്.